നമസ്കാരം. കൂടലിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി നൽകിയ പീഡന പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞതിനു പിന്നാലെ അന്വേഷണത്തിന്റെ പേരിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളോടും യുവാവിനോടും പോലീസ് അതിക്രൂരമായി പെരുമാറിയെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മാതാപിതാക്കളും ഇരകളും രംഗത്ത് വന്നു. കൂടൽ പോലീസിനെതിരെ കസ്റ്റഡിയിലെടുക്കപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കൾ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. പോലീസിന്റെ അതിക്രൂരമായ മാനസിക പീഡനത്തിൽ മനം നൊന്ത് ഒരു വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായും രക്ഷിതാക്കൾ വെളിപ്പെടുത്തുകയും ചെയ്തു. കൊടും കുറ്റവാളികളെ പിടികൂടുന്നത് പോലെ രാവിലെ 6 മണിയോടെ യൂണിഫോം പോലും ധരിക്കാതെ എത്തി വീട് വളഞ്ഞാണ് പോലീസ് കുട്ടികളെ കസ്റ്റഡിയിലെടുത്തതെന്ന് മാതാപിതാക്കൾ പറയുന്നു. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും അനുവദിക്കാതെയാണ് കുട്ടികളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. സ്റ്റേഷനിൽ വെച്ച് കുട്ടികളെ കാണാൻ രക്ഷിതാക്കളെ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, കുട്ടികളെ കോളറിൽ കുത്തിപ്പിടിക്കുകയും മണിക്കൂറുകളോളം ഭക്ഷണം കഴിക്കാതെ പീഡിപ്പിക്കുകയും ചെയ്തു. അവർ കൊലപാതകികളൊന്നുമല്ല, പക്ഷേ കൊടും കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് പോലീസ് പെരുമാറിയത്. കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ ജയിലിലിടുമെന്ന് പറഞ്ഞ് കുട്ടികളെ ഭീഷണിപ്പെടുത്തി എന്ന് ഒരു രക്ഷിതാവ് സങ്കടത്തോടെ പറഞ്ഞു. നിലവിൽ കുട്ടികൾ വലിയ മനോവിഷമത്തിലാണെന്നും സ്കൂളിൽ പോകാൻ ഭയപ്പെടുകയാണെന്നും തങ്ങൾക്ക് നീതി വേണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. കുട്ടികൾക്ക് പുറമെ കേസിൽ അറസ്റ്റിലായ 20 വയസ്സുള്ള യുവാവിനെതിരെയും പോലീസ് ക്രൂരമായ 3ാം മുറ പ്രയോഗിച്ചതായി പരാതിയുണ്ട്. ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞയാളാണെന്ന് പറഞ്ഞിട്ടും പോലീസ് തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് യുവാവ് വെളിപ്പെടുത്തി. കാലിൽ ബൂട്ടിട്ട് ചവിട്ടുകയും 2 ചെവികളും മുകളിലേക്ക് പിടിച്ച് കറക്കുകയും തലമുടിയിൽ പിടിച്ച് കറക്കി നിലത്ത് മുട്ടിക്കുകയും ചെയ്തുവെന്ന് യുവാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. പരാതി നൽകിയ പെൺകുട്ടിയെയോ പിടിയിലായ മറ്റു വിദ്യാർത്ഥികളെയോ തനിക്ക് പരിചയമില്ലെന്നും യുവാവ് വ്യക്തമാക്കുന്നുണ്ട്. പോലീസിന്റെ ക്രൂരതയ്ക്കെതിരെ യുവാവ് ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി നിലവിൽ പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സഹപാഠികൾ ഉൾപ്പെടെ 11 പേർ ചേർന്ന് പീഡിപ്പിച്ചുവെന്നായിരുന്നു 13-കാരിയായ പെൺകുട്ടി ചൈൽഡ് ലൈനിലൂടെ പോലീസിന് മൊഴി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ അടക്കം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തത്. എന്നാൽ പിന്നീട് നടന്ന വൈദ്യപരിശോധനയിലാണ് പീഡനം നടന്നിട്ടില്ലെന്നും പരാതി വ്യാജമാണെന്നും വ്യക്തമായത്. പ്രണയബന്ധം തകർന്നതിനെ തുടർന്നാണ് പെൺകുട്ടി ഇത്തരമൊരു വ്യാജ ആരോപണം ഉന്നയിച്ചതെന്ന് സഹപാഠികൾ മൊഴി നൽകിയിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ചോദ്യം ചെയ്യുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് നിയമപരമായ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു. അതേസമയം ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും വ്യക്തമായ അന്വേഷണം വേണ്ടിവരും. അതുപോലെ തന്നെയാണ് വളരെ ക്രൂരമായ രീതിയിലാണ് ഈ യുവാവിനെയും അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെയും പോലീസ് ഉപദ്രവിച്ചത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതും. എന്തായാലും പോലീസിന്റെ ഈ ഒരു നീക്കത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഇതൊരു വ്യാജ പരാതിയാണെന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്.